ദൂരെ കുറച്ച് ദൂരം അതല്ലേ വ്ളോഗർ. ഹലോ ഗൈസ്, വെൽക്കം ബാക്ക് ടു എൻ ഫാമിലി മീഡിയ. അപ്പം ഇന്നത്തെ വീഡിയോ എന്ന് പറയണത്, നമ്മൾ കഴിഞ്ഞ വ്ളോഗിൽ ഒരു ഉണ്ണിയുടെ വീഡിയോ ഇട്ടിട്ടുണ്ടായിരുന്നു. മുഖം കാണിച്ചിട്ടുണ്ടായിരുന്നില്ല, എന്നാലും ആ ഉണ്ണിയുടെ 28 ഇന്ന്. അപ്പം ഞങ്ങൾ അങ്ങോട്ട് പോവാണ്, പാലക്കാട്ടിലേക്കാണ് പോണേ. അപ്പം ഞങ്ങൾ പോണ വഴിയിൽ തന്നെ ഡ്രസ്സ് എടുക്കാൻ വേണ്ടി കയറി. അപ്പം ഞങ്ങൾ രാവിലെ ഇറങ്ങി. അങ്ങനെ ഡ്രസ്സ് സെലക്ഷന് ശേഷം ഞങ്ങൾ 2 ഡ്രസ്സ് സെലക്ട് ചെയ്തു. അത് ഏതൊക്കെയാണെന്ന് വെച്ചാൽ, ആദ്യം നമ്മളൊരു ബ്ലൂ വൈറ്റ് കോമ്പിനേഷനിൽ വരുന്ന ഒരു ടോപ്പും പിന്നെ ട്രൗസറും പിന്നെ ഒരു തൊപ്പിയാണ്. തൊപ്പി കാണാൻ നല്ല രസമുണ്ടായിരുന്നു. പിന്നെ ഞങ്ങൾ സെലക്ട് ചെയ്ത ഡ്രസ്സ് ഒരു പച്ച കളറിലുള്ള ടീഷർട്ടും ട്രൗസറാണ്. നല്ല സോഫ്റ്റ് ആയിരുന്നു, നല്ല സോഫ്റ്റാണ് തൊടാനൊക്കെ. അങ്ങനെ ഞങ്ങൾ ഡ്രസ്സ് വാങ്ങിച്ച് ഞങ്ങൾ നേരെ പോയിക്കൊണ്ടിരിക്കുകയാണ്. പിന്നെ ദാ ഒരു ചെക്ക് ഡാം കണ്ടു. പിന്നെ പോണ വഴിയിൽ 2 സൈഡിലും പാടായിരുന്നു, പിന്നെ നല്ല രീതിയിൽ വെയിലുണ്ടായിരുന്നു. അങ്ങനെ ഞങ്ങൾ ഹൈവേ കൂടെയാണ് പോയത്. അങ്ങനെ ദാ ഗായ്സ്, ഞങ്ങൾ ഒടുവിൽ വീട്ടിലെത്തി. നല്ല വെയിലുണ്ടായിരുന്നു. അങ്ങനെ ദാ ചടങ്ങുകളൊക്കെ തുടങ്ങുകയാണ്. അവിടെ എല്ലാം സെറ്റ് ചെയ്യണേ ഉണ്ടായിരുന്നുള്ളൂ. അപ്പോൾ എല്ലാം സെറ്റ് ചെയ്ത ശേഷം ഫസ്റ്റ് തന്നെ ഉണ്ണിയുടെ കാത് കുത്തായിരുന്നു ചെയ്തിട്ടുണ്ടായിരുന്നേ. നല്ല കരച്ചിലായിരുന്നു. കാത് കുത്തണ സമയത്ത് പെട്ടെന്നൊന്ന് കരഞ്ഞു, പിന്നെ അതെല്ലാം കഴിഞ്ഞു. ഫസ്റ്റ് നമ്മൾ വയമ്പ് ചന്ദനം അതൊക്കെ നാക്കിൽ കൊടുത്ത ശേഷം പിന്നെ ബോഡി ഫുള്ളായിട്ട് തേക്കായിരുന്നു ചെയ്തത്. അങ്ങനെ എല്ലാ ശേഷം നമ്മൾ നൂല് കെട്ടുകയാണ് ഗായ്സ്. ഉണ്ണി ഭയങ്കര ഉറക്കത്തിലാണ്, ഒന്നും അറിയണില്ല. പിന്നെ അതാ നമ്മൾ കയ്യിൽ വളയിട്ട് കൊടുക്കുകയാണ്. പിന്നെ നമ്മൾ കാലിൽ തളയൊക്കെ ഇട്ട് കൊടുത്തു. അത് കഴിഞ്ഞിട്ട് പിന്നെ നമ്മുടെ അടുത്ത പരിപാടി എന്ന് പറയുന്നത് കണ്ണെഴുതുക, പുരികെഴുതുക, പൊട്ടുകുത്തുക, അതൊക്കെയായിരുന്നു ബാക്കി പരിപാടി. അപ്പം പുരിക എഴുതിയ ശേഷം പിന്നെ കണ്ണൊക്കെ എഴുതി കൊടുക്കിയിരുന്നു. നമ്മൾ കവിളിൻ്റെ അവിടെ, നെറ്റിയുടെ അവിടെ, പിന്നെ താടിയുടെ അവിടെ, പിന്നെ നമ്മൾ കയ്യിലും കാലിലൊക്കെ ആയിട്ട് നമ്മൾ കൺമഷി കൊണ്ട് കുത്തിട്ടു. പിന്നെ നമ്മൾ പൗഡർ ഇട്ട് കൊടുത്തു, മുണ്ടെടുത്തു കൊടുത്തു. കുഞ്ഞ മുണ്ടാണ് കേട്ടോ. അടുത്തത് നമ്മൾ ഷർട്ട് ഇട്ട് കൊടുക്കുകയാണ്. കുഞ്ഞ് ഷർട്ട്, മറ്റേ സെറ്റിൻ്റെ ഒക്കെ ഷർട്ടാണ് ഇട്ട് കൊടുത്തിട്ടുണ്ടായിരുന്നത്. പിന്നെ നമ്മൾ വയമ്പ് ചന്ദനം അതൊക്കെ കൊടുക്കണ ആചാരമുണ്ട്. അപ്പം നമ്മൾ കൊടുക്കുകയാണ്, വയമ്പും ചന്ദനമൊക്കെ അരച്ചിട്ട് കൊടുക്കുകയാണ്. പിന്നെ അതിന് ശേഷം എല്ലാവരും വന്ന് പൂവൊക്കെ ഇട്ടിട്ടുണ്ടായിരുന്നു, തുളസിയുടെ ഇലയൊക്കെ തലയിൽ വെച്ചിട്ട് അങ്ങനെ. പിന്നെ എല്ലാവരും ഗിഫ്റ്റൊക്കെ കൊടുത്തിട്ടുണ്ടായിരുന്നു. ഇതാണ് ഞാൻ പറഞ്ഞ കുട്ടാപ്പേട്ടൻ. പിന്നെ രേണുകീച്ചിയുടെ ചേച്ചിയൊക്കെ കൊടുത്തിട്ടുണ്ടായിരുന്നു. പിന്നെ ദാ വിവ്യേട്ടൻ, പിന്നെ അതും കൂടെ രേണുകേച്ചിയൊക്കെ പൂവൊക്കെ ഇട്ട് കൊടുത്തിട്ടുണ്ടായിരുന്നു. പിന്നെ കൊടുത്തത് ജയേഷേട്ടൻ, അതായത് ഈ ഉണ്ണിയുടെ അച്ഛൻ, ജയേഷേട്ടൻ്റെ അനിയനാണ് പിന്നെ കൊടുത്തിട്ടുണ്ടായിരുന്നത്. പിന്നെ ആ ഉണ്ണിയും കൊടുത്തിട്ടുണ്ടായിരുന്നു. ഇതാ ചേട്ടൻ്റെ വൈഫാണ്. ഇനി നമുക്ക് ഉണ്ണിയുടെ ഒക്കെ കുറച്ച് ഫോട്ടോസ് കാണാം. അങ്ങനെ എല്ലാ പരിപാടിക്കും ശേഷം ഉണ്ണി സുഖമായിട്ട് കിടന്നുറങ്ങുകയാണ്. ഫുൾ ടൈം ഉറക്കമാണ്. പിന്നെ ഉറക്കത്തിൽ നിന്നൊക്കെ ഉണർന്നു. അപ്പം ഇതാണ് ഗൈസ് ഉണ്ണിയുടെ മമ്മി, വർഷ ചേച്ചി. ചില സമയങ്ങളിൽ ഉണ്ണി ഭയങ്കര കരച്ചിലാണ്, പക്ഷെ ഇപ്പൊ ഒന്നും കരയണ്ടായിരുന്നില്ല. ഫുൾ അങ്ങോട്ടും ഇങ്ങോട്ടും ചുറ്റിക്കാണായിരുന്നു. പിന്നെ ഞങ്ങള് ഉണ്ണീനെ സ്ലീപ്പിംഗ് ബാഗിലിട്ട് കിടത്തി. കല്ലവല്യമ്മയുടെ മകൻ ധീരജ് ഞങ്ങൾ കുട്ടാപ്പേട്ടനെ വിളിക്കാറ്. അപ്പം കുട്ടാപ്പേട്ടൻ്റെ മകൻ ധ്യാൻ്റെ മടിയിൽ നമ്മൾ ഉണ്ണീനെ ഇരുത്തിയിട്ടുണ്ടായിരുന്നു. പിന്നെ ഞങ്ങൾ അതിന് ശേഷം ഞങ്ങൾ ഉച്ചയായതുകൊണ്ട് ഞങ്ങൾ കഴിക്കാൻ വേണ്ടിയിട്ടിരുന്നു. അപ്പോൾ അതാ ഇലയൊക്കെ ഫ്രണ്ടിൽ ഇങ്ങനെ
വെച്ച് തന്നിട്ടുണ്ട്. അപ്പം ദാ നമ്മുടെ രേണുകേച്ചിയാണ് വിഭവങ്ങളൊക്കെ വളമുണ്ടായിരുന്നത്. അച്ഛനൊക്കെ ഓപ്പോസിറ്റ് സൈഡിലായിരുന്നു ഇരുന്നുണ്ടായിരുന്നത്. ഞാനും ചേച്ചിയായിരുന്നു ഒരുമിച്ചിരുന്നുണ്ടായിരുന്നത്. അങ്ങനെ ദാ ചോറും കറിയെല്ലാം വിളമ്പിയ ശേഷം ഞങ്ങൾ കഴിക്കാനിരുന്നു. സദ്യ നല്ല ടേസ്റ്റ് ഉണ്ടായിരുന്നു. സദ്യക്ക് ശേഷം ഞങ്ങൾ പായസം കുടിക്കുകയാണ് ഗായ്സ്. പാലട പായസമാണ്. അതിനുശേഷം ദാ ഞങ്ങൾ ഓരോന്ന് കളിച്ചിരിക്കുകയാണ്. ഇതാണ് സുജിത, ഞങ്ങൾ സുച്ചേച്ചിന്ന് വിളിക്കും. അപ്പം ഞങ്ങൾക്ക് പണിയൊന്നും ഇല്ലാത്തതുകൊണ്ട് ഞങ്ങൾ ഓരോ സെൽഫി വീഡിയോസൊക്കെ എടുത്തിരിക്കുകയാണ്, ഞാനും അച്ഛനും ചേച്ചിയും കൂടിയിട്ട്. എന്താ ചെയ്യാലേ. അങ്ങനെ ഇവിടെ ഇരുന്ന് ചൂടെടുത്ത് മടുത്ത ശേഷം ഞങ്ങൾ പുറത്തേക്ക് പോയി. അവിടെ നല്ല കാറ്റും തണലൊക്കെയാണ്. അങ്ങനെ ഞാൻ മരത്തിൽ കയറി ആടി. പിന്നെ മരത്തിൻ്റെ മുകളിലേക്കൊക്കെ കയറി. മുകളിലേക്ക് കയറിയപ്പോഴാണ് സത്യം മനസ്സിലായത്, താഴേക്ക് ഇറങ്ങാനായിട്ട് പറ്റണില്ല, ജാമായി. പിന്നെ കുറച്ച് ഫോട്ടോസൊക്കെ എടുത്ത ശേഷം ഞാൻ താഴേക്ക് എങ്ങനെയോ ഇറങ്ങി. പിന്നെ ദാ സതിമാമനും പിന്നെ അമ്മായി അമ്മൂമ്മ അവരൊക്കെ തിരിച്ച് പോവാണ്. ആ ബ്ലൂ സാരി എടുത്ത് നിൽക്കുന്നതാണ് അമ്മമ്മ. അമ്മായിമാരാണ് ഇതൊക്കെ. വയലറ്റ് സാരി എടുത്തത് പ്രമോദിനി അമ്മായി, പിന്നെ ഒരു പച്ച കളർ സാരി എടുത്തത് ശ്രീജ അമ്മായി. ഇവരൊക്കെ അമ്മയുടെ ചേട്ടന്മാരുടെ ഭാര്യമാരാണ്. അങ്ങനെ ദാ ഞങ്ങൾ അവരെ യാത്രയാക്കിയ ശേഷം ഞങ്ങൾ ദാ ഓരോന്ന് സംസാരിച്ചിരിക്കുകയാണ്. കഴിഞ്ഞ വ്ളോഗിന്റെ വീഡിയോനെ പറ്റിയുള്ള സംസാരമാണ് നടക്കുന്നത്. എന്തൊക്കെയോ പറയുന്നുണ്ട്. പിന്നെ ഞാൻ ഉണ്ണിയുടെ അച്ഛനെ പരിചയപ്പെടുത്താൻ മറന്നുപോയി. ഈ ഗ്രീൻ ഷർട്ടിട്ട ആളാണ് ഉണ്ണിയുടെ അച്ഛൻ, ജയേഷ് എന്നാണ് പേര്. അങ്ങനെ ഞങ്ങൾ വീട്ടിലേക്ക് കയറി. അപ്പം അതാ വീണ്ടും ഉണ്ണിയുടെ കരച്ചിൽ. അപ്പം അതാ ഞങ്ങൾ തൊട്ടിലൊക്കെ കെട്ടിയിട്ട് ഉണ്ണീനെ കിടത്തി. എന്നിട്ടും കാര്യമില്ല, ഉണ്ണി ഭയങ്കര കരച്ചിലാണ്. ഉറക്കത്തിൽ എണീറ്റ് പിന്നെ കരച്ചിലാണ്. അങ്ങനെ ഇവിടെ പ്രത്യേകിച്ച് അങ്ങനെ പരിപാടിയൊന്നുമില്ല. അപ്പം ഞങ്ങൾ പുറത്ത് പോയിട്ട് കുറച്ച് റീൽസ് എടുക്കാമെന്ന് വിചാരിച്ചു. ഞങ്ങൾ പുറത്ത് വെച്ചിട്ടാണ് എടുത്തിട്ടുണ്ടായിരുന്നത്. റീൽസ് എടുക്കുന്ന സമയത്ത് നമ്മൾ അന്നാൾ കണ്ട സെയിം പട്ടിത വീണ്ടും വന്നിരിക്കുകയാണ്. അങ്ങനെ റീൽസൊക്കെ എടുത്ത ശേഷം ഞങ്ങൾ മടങ്ങാൻ തീരുമാനിച്ചു. പിറ്റേ ദിവസം സ്കൂളൊക്കെ ഉള്ള കാരണം അപ്പം ഞങ്ങൾ അവിടെ നിന്ന് ഇറങ്ങി. ഒപ്പം രേണുകേച്ചിയും ഞങ്ങളെ യാത്രയാക്കാൻ വന്നു ഗായ്സ്. പിന്നെ ഒപ്പം ആ പട്ടിക്കുട്ടിയും വന്നിട്ടുണ്ടായിരുന്നു ഞങ്ങളെ യാത്രയാക്കാൻ. അങ്ങനെ ഗായ്സ്, അപ്പം ഞങ്ങൾ നേരം വൈകിച്ചില്ല, ഞങ്ങൾ ഇറങ്ങാൻ നിന്നു. ഞങ്ങൾ വീണ്ടും ഹൈവേ കൂടെ വീട്ടിലേക്ക് പോയിക്കൊണ്ടിരിക്കുകയാണ് ഗായ്സ്. സമയം ഏകദേശം 6:15 ആയിട്ടുണ്ടായിരുന്നു. അപ്പോൾ പോകുന്ന വഴിയിൽ സൺസെറ്റൊക്കെ നന്നായിട്ട് കാണാൻ പറ്റും, നല്ല രസമാണ്. ആകാശത്തിൻ്റെ അവിടെ നോക്കിക്കഴിഞ്ഞാൽ ഫുൾ റെഡാണ്, ഇങ്ങനെ റെഡ് ഓറഞ്ച് ആ ഒരു ഷെയ്ഡിൽ നല്ല രസമാണ് കാണാൻ. സൺസെറ്റ് കാണാൻ നല്ല രസമാണ്. കുറച്ച് കഴിഞ്ഞപ്പോൾ നല്ലും ഡാർക്ക് ഓറഞ്ചൊക്കെ ആയി. അങ്ങനെ ഞങ്ങൾ സൺസെറ്റൊക്കെ കണ്ട ശേഷം ഞങ്ങൾ പോണ വഴിയിൽ അവിടെ റോഡ് പണിയോ പാലത്തിൻ്റെ പണി എന്തോ ഉണ്ടായിരുന്നു. അപ്പോൾ ഗായ്സ് ഞങ്ങളങ്ങനെ വീട്ടിലേക്ക് പോവാണ്. അപ്പോൾ ഗായ്സ് നമ്മുടെ ഇന്നത്തെ വീഡിയോ ഇത്രയേ ഉള്ളൂ. ഇനി നമുക്ക് അടുത്ത വീഡിയോയിൽ കാണാം. ടാറ്റ, ബൈ ബൈ.